സമയം പോയി. ആ തോമസേ, ഫോൺ എടുക്കാൻ വൈകിയത് വേറൊന്നുകൊണ്ടല്ല, മൊബൈൽ ഈ പരിസരത്ത് ഉപയോഗിക്കരുന്ന വില്ലേജ് ഓഫീസറുടെ കൽപ്പന. എന്ത് ചെയ്യാനാ, ഞാൻ വെറും പിയൂണല്ലേ, എതിർക്കാൻ പറ്റുമോ? പക്ഷെ കശ്മീരിൽ ഇതുവരെ എത്തിയിട്ടില്ല. ആ പറഞ്ഞോ പറഞ്ഞോ. ഗുഡ് മോർണിംഗ്. തന്നോടല്ലടോ, ഇവിടെ ഓഫീസിലുള്ളവരോട് പറഞ്ഞതാ. ആ എടോ, തനിക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് എങ്ങോട്ടെങ്കിലും ഒരു സ്ഥലം മാറ്റം വാങ്ങിത്താ. ഇവിടെ കിമ്പളത്തിനൊരു വകുപ്പില്ലെന്നേ. കശ്മീരിനെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിരിക്കുക, തിന്നുകയില്ല തീറ്റിക്കില്ല എന്ന അവസ്ഥ. ഞങ്ങളുടെ വില്ലേജ് ഓഫീസർക്ക് ഒരു സ്ഥലം മാറ്റം വാങ്ങി കൊടുത്താലും മതി. ആ വരുമാന സർട്ടിഫിക്കറ്റ്, പോക്ക് വരവ്, സർവേ, എല്ലാത്തിനും കാശ് തരാൻ ജനങ്ങൾ തയ്യാറാണ്. ഈ കാലമാണ് സമ്മതിക്കില്ലെന്ന് വെച്ചാ ഇങ്ങനുണ്ടൊരു മനുഷ്യൻ. എന്ത് വിഷം കൊടുത്തു കൊല്ലാനോ? ഞങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ അടുത്ത് തന്റെ വേല നടക്കില്ല. ഇത്രയും തങ്കപ്പെട്ടൊരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. കൃഷ്ണൻകുട്ടി, ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ. അയ്യോ സാറോ, സാറിത് പോന്നു. ഒരുത്ത സാറിനെ കുറ്റപ്പെടുത്തുന്ന കേട്ടപ്പോൾ എനിക്കത് സഹിച്ചില്ല. ഞാൻ നന്നായിട്ട് കൊടുത്തു. കാലമാടനെല്ലാം കേട്ടു. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് വലിയൊരു വീട്ടിലാണെങ്കിലും മെയിൻ്റനൻസ് നടക്കുമല്ലോ എന്ന് കരുതി ചെറിയൊരു വാടകയെ ഉടമസ്ഥന് ഈടാക്കുന്നുള്ളൂ. എൻ്റെ തറവാട് വീട് കൈപ്പശ്ശേരിയിലാണെന്നറിയാലോ. എന്നെ സ്ഥലം മാറ്റുന്നത് അങ്ങോട്ടേക്കായിരുന്നെങ്കിൽ ഇവിടുത്തെ വാടകയെന്ന് എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. സാർ, ഞാൻ എന്ത് സ്ഥലം മാറ്റാൻ, വെറുതെ ഒരു തമാശക്ക്. ഞാൻ ജോലി ചെയ്ത പല ഓഫീസുകളിലും എനിക്ക് പല പേരുകളായിരുന്നു. ഭൂതം, ഈ നിധി കാക്കുന്ന ഭൂതേ, കാളസർപ്പം. താനിപ്പോ എനിക്കിട്ടത് കാലമാടൻ. കൊള്ള, എനിക്ക് ഇഷ്ടപ്പെട്ടു. പോ സാറേ, കളിയാക്കാതെ. ഇതൊക്കെ ഒരു രസത്തിന് വേണ്ടി പറയുന്നതല്ലേ. സത്യത്തിൽ സാറിനോട് എനിക്ക് സ്നേഹം മാത്രമുള്ളൂ സാറിനറിയാലോ. ഇവിടുന്ന് ഇപ്പൊ കിമ്പളൊന്നും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്ത് ഇമ്മിന് ദമ്പടി ഉണ്ടാക്കുന്നതുകൊണ്ടാ പിടിച്ചു നിൽക്കുന്നത്. ആ സാറേ, സാറിന് വേണ്ടി ഒരു 4 സെന്റ് സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒഴിവുള്ളപ്പോ പറഞ്ഞാൽ മതി, നമുക്ക് പോയി കാണാം. ആ പറയാം. എന്താ ഫയല്? ആ, ഇത് തഹസിൽദാർ ഓഫീസിലേക്ക് ഒപ്പിട്ട് അയക്കാനുള്ളതാ. വിശ്വൻ സാർ, ഞാനിപ്പോ പറയുന്നതേ എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. റിട്ടയർ ആവാനേ അധിക സമയമില്ല. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. സാറ് സ്വല്പം ഒരു അയവ് കാണിച്ചാ സമ്പാദിക്കാം. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്നറിയോ കൃഷ്ണൻകുട്ടി, അങ്ങനെ വാങ്ങുമ്പോ ഒരു പിച്ചക്കാരന്റെ മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തുകയാണ്. സർക്കാർ ശമ്പളം വാങ്ങുന്ന എന്നെ ഒരു എരപ്പാളിയാക്കണോ കൃഷ്ണൻകുട്ടിക്ക്? ഈ രീതിയിൽ ഞാൻ ചിന്തിച്ചിരുന്നില്ല സാറേ. സമയമുണ്ടല്ലോ, പോയിരുന്ന് ചിന്തിച്ചോളൂ. ഓ അല്ല സാർ, മനുവിന്റെ പഠിപ്പൊക്കെ? അറിയില്ല. ആ, ഓർമ്മിപ്പിച്ചത് നന്നായി. ഇന്ന് കോച്ചിങ് സെന്ററിലേക്ക് വിളിച്ചില്ല. വാ സാറേ. സാറിന്റെ വീടിന് പറ്റിയ 4 സെന്റ് ഇവിടെയാ പറഞ്ഞിട്ടുള്ളത്. ഇത് കാടല്ലോ. അത് വെട്ടിത്തെളിച്ചാ പോരെ. ഇങ്ങോട്ടേക്ക് ബസ്സില്ല, ഒരു ഓട്ടോ പോലും വരുന്ന ലക്ഷണം കാണാനില്ല. സാർ ആ പുഴ കണ്ടു. പുഴക്കടവിൽ വഞ്ചി കിട്ടും. അക്കരെ കടന്ന് 2 കിലോമീറ്റർ നടന്നാൽ ബസ്സും കിട്ടും. അപ്പൊ രാവിലെ ഓഫീസിൽ എത്തണമെങ്കിൽ രാത്രി ഇവിടുന്ന് പുറപ്പെടേണ്ടി വരും. മെയിൻ റോഡിലൊക്കെ സെന്റിന് 4-5 ലക്ഷം കൊടുക്കണം. സാറിന്റെ ബഡ്ജറ്റ് 30,000 അല്ലേ, പിന്നെന്ത് ചെയ്യും? അല്ല, ഈ 4 സെന്റിന്റെ ചുറ്റുള്ള സ്ഥലമൊക്കെ ആരുടെയാ? അതെന്തിനാ നമ്മൾ അന്വേഷിക്കുന്നത്? അല്ല, വീടുണ്ടാക്കിയ വഴി വേണ്ടോ? വാ കീറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും എന്നാണല്ലോ. ഈ പഴഞ്ചൊല്ല് ഈ സന്ദർഭത്തിന് യോജിച്ചതല്ല. വീട്ടിലെത്തണമെങ്കിൽ ഹെലികോപ്റ്റർ വേണ്ടി വരും. പിന്നൊരു കാര്യം, വൈകുന്നേരം 5:30 കഴിഞ്ഞാൽ വഞ്ചി ഉണ്ടാവില്ല. പിന്നെന്താ, പുഴ നീന്തി കിടക്കേണ്ടി വരും. വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ ഒരു സ്ഥലം കണ്ടുവച്ചിരിക്കുന്നു. തനിക്ക് പ്രാന്താടോ, തനി പ്രാന്ത്. സാറേ, ഒറ്റക്ക് പോവല്ലേ, അവിടെ മൂർഖം പാമ്പൊക്കെയുള്ളതാ. സാറേ, സാറിനറിയാലോ, ഒരുപാട് സമ്പന്നന്മാരുള്ള വില്ലേജ് ഒന്നുമല്ല ഇത്. ഏവറേജ്, ബിലോ ഏവറേജ്. അങ്ങനെയുള്ളവര് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ഇത് വള്ളംകളിയുടെ കൂപ്പണാണ്, 5000 രൂപ എങ്ങെടുക്ക് എന്നെനിക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അനധികൃതമായി നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അത് ബുദ്ധിമുട്ടല്ലേ സാർ? ഓക്കെ, ഞാൻ വരാം സാർ.
ഈ ആഴ്ച തന്നെ വരാം. 50,000 രൂപ പിരിച്ചു കൊടുക്കാൻ വള്ളംകളിക്ക് കലക്ടറെ വിളിച്ചത്. മനുഷ്യനെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഓട്ടം തുള്ളൽ, ചാക്യാർകൂത്ത് എല്ലാത്തിനും പിരിച്ചു കൊടുക്കാം. അതിനൊരു വഴിയുണ്ട് സാർ. എന്ത് വഴി? 50,000 രൂപയല്ലേ, വെരി സിമ്പിൾ. സാർ ആരുടെ അടുത്തുനിന്ന് പിരിക്കണ്ട, ആ തുക സാറിന്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്താൽ മതി, പ്രശ്നം തീർന്നില്ലേ? കണ്ടല്ലോ, കളക്ടറെ പോലും പേടിക്കുന്ന ആളല്ലേ ഞങ്ങളുടെ സാറെന്ന്. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഒപ്പിട്ട് കൊടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് പോലും അധികാരമില്ല. സാറിനെ അത് പറ്റൂ. എന്നാലോ 5 പൈസ കൈകൊണ്ട് തൊടത്തേയില്ല. ധാരാളം കേട്ടിട്ടുണ്ട്. Shut up. എന്ത് കേട്ടു? എന്ത് കേട്ടെന്നാ ചോദിച്ചത്? ഒന്നും കേട്ടില്ല. ആരാടോ ഇയാള്? അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു അത്യാഹിതത്തെ കുറിച്ച് പറയാം സാർ. സാറിന്റെ ഫോൺ എൻഗേജഡ് ആയതുകൊണ്ടാവാം രമചേച്ചി എന്നെ വിളിച്ചിരുന്നു. കുറച്ചു ദിവസം കുളിച്ചുണ്ട് താമസിക്കാനായി സാറിന്റെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട്. അവർ ചേച്ചിക്കൊരു മെനു കൊടുത്തിട്ടുണ്ട്. പലതരം പുഴ മത്സ്യങ്ങൾ, കരിമീൻ എത്ര വേണമെങ്കിലും, മട്ടൻ 1/2 കിലോ. ഇതൊക്കെ അത്യാവശ്യത്തിന് മുളകും ഇഞ്ചിയും ഉപ്പും ചേർത്ത് വേവിച്ചങ്ങട് കൊടുത്താൽ അവർ നന്നായി സാപ്പിട്ടോളും. ഇടിവെട്ടിയവരെ പിന്നെയും പിന്നെയും പാമ്പ് കടിച്ചോണ്ടിരിക്കുകയാണല്ലോ. പാമ്പിന്റെ വിഷമിറക്കാൻ ഇനിയും വൈകിട്ടില്ല സാർ, പിടിക്കൂ. ഇതാരാ ഇതിനകത്ത് വെച്ചത്? അയ്യോ, 1000 രൂപ. ഇതെങ്ങനെ? താനാണോ വെച്ചത്? അത് പറയൂ. ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അറിയാതെ ഞാനാണോ വെച്ചത് എന്നതിൽ എനിക്ക് സംശയമുണ്ട് സാർ. സാർ, ഇയാൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ഈ പാവത്തിന് സ്വന്തമായൊരു വീടില്ല. ഒരു വീട് വെക്കണമെങ്കിൽ 20 സെന്റ് പാടം നികത്തണം. നടക്കില്ലല്ലോ. മാക്സിമം 5 സെന്റ് നികത്താം. 5 സെന്റിൽ ഒരു കോഴിക്കൂട് വെക്കാം, 2 പട്ടിക്കൂടും വെക്കാം, വേണമെങ്കിൽ 4-5 ആടുകളെയും കെട്ടാം. ഇയാൾ ചത്താൽ അവർ തന്നെ ശവം അടക്കുകയും ചെയ്യാം. അതിലും എനിക്ക് വിരോധമില്ല. സാർ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. മിസ്റ്റർ, എനിക്കതിന് അധികാരമില്ല. നിയമം ലംഘിക്കാനല്ല, അത് പാലിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. വിശ്വസാറേ, അച്ഛനമ്മയും വന്നിരിക്കുക. പുഴമീൻ, കരിമീൻ, ഒരു ചാൻസ് കൂടി നോക്കിയതാണ് ഞാൻ. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നല്ലേ സാറേ? ഏതെല്ലാരും? ഇവിടെ വില്ലേജ് ഓഫീസറായിട്ട് ഞാനല്ലേ ഉള്ളൂ. സാർ, മറ്റുള്ള വില്ലേജ് ഓഫീസിലൊക്കെ മറ്റുള്ള വില്ലേജ് ഓഫീസിന്റെ പരിധിയിലല്ലല്ലോ ഇയാളുടെ സ്ഥലം കിടക്കുന്നത്. എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ സാറേ? വാങ്ങിച്ചോളൂ. കൈക്കൂലി തരാൻ ശ്രമിച്ചതിന് തന്നെ ഞാൻ അകത്താക്കേണ്ടതാ. പോയിക്കോളൂ സാർ. പോകാൻ. രമചേച്ചി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ? വിശ്വസാർ എന്ത് വേണം ചെയ്തോ, ഞാൻ അറ്റകി പ്രയോഗം ചെയ്യാൻ പോവാ. രമചേച്ചി, ബൈക്കിന്റെ വീല് പഞ്ചറായത് ഒട്ടിക്കാൻ കൊടുത്തിരിക്കുക. ഓട്ടോ കിട്ടിയില്ല. പിന്നെ ഇതും തൂക്കി പിടിച്ച് 1.5 കിലോമീറ്റർ നടന്നു. അയ്യോ, കഷ്ടായി പോയല്ലോ. ചേച്ചിയുടെ കഷ്ടകാലവുമായി താരതമ്യം ചെയ്യുമ്പോ ഇതൊക്കെ നിസ്സാരം. ഈ അടുത്തെങ്ങാൻ ജാതകം നോക്കിയിരുന്നോ? ഇല്ല. നോക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ചേച്ചിക്ക് കണ്ടകശനിയാണെന്ന് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ ഈ സുനാമികള് ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇവിടേക്ക് വരുമോ? ആർക്കാ കൃഷ്ണൻകുട്ടി കണ്ടകശനി? വിശ്വസാറിന്റെ ചേച്ചിയുടെ കാര്യം പറയായിരുന്നു. എനിക്കിപ്പോ ശുക്രദശയാ. അത് കാണുമ്പോഴേ അറിയാലോ, ഒരാളുടെ ശുക്രദശ മറ്റൊരാൾക്ക് കണ്ടകശനിയാവുമെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ എന്തിനാ നോക്കുന്നേ? നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാ പോരെ. ഈ പാഠം ഞാനിപ്പോ പഠിച്ചു വരുന്നതേ ഉള്ളൂ. മോളെ, വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കണം. കല്ലുപ്പിടാൻ മറക്കരുത്. ഇവളത് എപ്പോഴും മറക്കും. എടോ, തന്റെ ആഫീസറിപ്പോ എങ്ങനെ? വല്ല മാറ്റവും ഉണ്ടോ? എവിടെ മാറാൻ? ഓരോരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വാങ്ങി കൂട്ടുന്നത് കണ്ടാ കൊതിയാകും. ഈ കിഴങ്ങൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്? അവനെ ഒരു രാജകുമാരനെ പോലെയാ ഞാൻ വളർത്തി വലുതാക്കിയത്. എന്നിട്ടിപ്പോ ഒരു ചെല്ലിക്കാശിന് പ്രയോജനമുണ്ടോ? വളർത്തി വലുതാക്കിയ കാര്യമൊക്കെ സാർ ഇടക്കിടക്ക് പറയാറുണ്ട്. ചെരുപ്പില്ലാതെ സ്കൂളിൽ പോയതും മൂട് കീറിയ ഒരു ട്രൗസർ മാത്രമുള്ളത് കൊണ്ട് 18 വയസ്സ് വരെ വീട്ടിലും നാട്ടിലും കോണകമെടുത്ത് നടന്നതും. അന്നൊക്കെ ആ നാട്ടിലുണ്ടായിരുന്ന മറ്റു രാജകുമാരന്മാരൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി, ഞാൻ വലിയ ഇങ്ങോട്ടേക്ക് വിടാം. ചേച്ചിക്ക് തനിച്ച് പ്രതിയോഗികളെ നേരിടാൻ. വേണ്ട കൃഷ്ണൻകുട്ടി, വലിയ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പുഴമീനൊക്കെ മുറിച്ച് റെഡിയാക്കാൻ അവളാ ബെസ്റ്റ്. തെങ്കണ്ണ് കിട്ടിയില്ല കൃഷ്ണൻകുട്ടി? തെങ്കണ്ട് കിട്ടിയില്ല, പകരം നരസിയും കണ്ടു കിട്ടി. 2 ആഴ്ച കൂടെ ഞങ്ങളുടെ ഉണ്ടാകും. പുഴമീൻ സംഘടിപ്പിക്കാൻ കൃഷ്ണൻകുട്ടിയുടെ സഹായം ഇനിയും ഞങ്ങൾക്ക് വേണ്ടി വരും. തീർച്ചയായിട്ടും. നല്ലൊരു പുഴ തന്നെ വിലക്ക് കിട്ടുമെന്ന് അന്വേഷിക്കാൻ ആളയച്ചിരിക്കുക വിശ്വസാറ്. നല്ല കാര്യം.
വല്ലി സന്താനവല്ലി എടി സന്താനവല്ലി അയ്യോ എന്താടി നീ കാണിക്കുന്നേ ഈശ്വരാ എല്ലാ ബലവും പോയി. എന്തിനാ മനുഷ്യ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? സാധാരണ ഉച്ചൂണിനല്ലേ ഇങ്ങോട്ട് വരാറുള്ളൂ. ഇപ്പൊ വന്നതുകൊണ്ട് ഇത് കാണണത്തല്ലോ. അപ്പൊ ഞാനറിയാതെ ഇവിടെ പലതും നടക്കുന്നുണ്ടല്ലേ. ഇരു ചെവി അറിയാതെ ചെയ്തു തീർക്കേണ്ട പൂജയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടു, അതോടെ എല്ലാ ബലവും പോയി. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എന്തിനാ ഈശ്വര ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കണേ? പോട്ടെ പോട്ടെ, നീ ഒന്ന് വാലുറക്ക്. എനിക്കിപ്പോ മനസ്സില്ല വാല് ഓർക്കാൻ. കായ്ക്കാട്ടൂര് പങ്കജ് ചേച്ചിയാ പറഞ്ഞത് വെറും 7 ദിവസത്തെ രുദ്രമുഖി പരിശുദ്ധ സന്താന ലബ്ധി പൂജ ചെയ്ത എത്ര കുഞ്ഞുങ്ങൾ വേണമെങ്കിലും ഉണ്ടാവുമെന്ന്. ഞാൻ അകത്ത് വരാതെ ഒരു കുഞ്ഞും ഉണ്ടാവാൻ പോണില്ല. ചെന്ന് വാലുറക്കടി. ഇതെന്തൊരു കോലത്. അയ്യോ, കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ ഉണ്ടായില്ലെന്ന് വെച്ച് ചാകാനൊക്കുവോ? നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായിട്ട് ഒരു കുഞ്ഞുണ്ടായില്ല. ആ സമയത്ത് എനിക്കൊരു ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ഞാനത് മറക്കാൻ ശ്രമിച്ചു. ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞ് ജനിച്ചാൽ എന്താ അവസ്ഥ? പോറ്റണ്ടേ? പച്ചക്കറിക്കൊക്കെ എന്താ വില? ദാ ഇപ്പൊ 1 കിലോ തക്കാളിക്ക് 45 രൂപയാ. ഓ പിന്നെ കുഞ്ഞ് ജനിച്ചവിടെ 1 കിലോ തക്കാളി വാങ്ങി തിന്നാൻ പോവല്ലേ? ഞാൻ അവനെ കപ്പയും മീനും കൊടുത്ത് വളർത്തിക്കോളാം. ഏതായാലും ആദ്യം അവൻ ജനിക്കട്ടെ വല്ലി. ഇപ്പൊ നീ കരിമീൻ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്ക്. ആ വിശ്വസാറിന്റെ വീട്ടിലെ അങ്ങേരുടെ അച്ഛനും അമ്മയും രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുക. നിനക്കറിയാലോ അവരെ തീറ്റ. നീ ചെന്ന് ആ രമചേച്ചി ഒന്ന് സഹായിക്ക്. എന്നാ പിടിവല്ലി. നിങ്ങൾ എങ്ങോട്ടാ? ചെറിയൊരു പറമ്പ് വെച്ചോടം. ഇന്നലെ സാറിന് വല്ലതും കിട്ടിയോ? അല്ല, ഇന്നലെ ഉച്ചക്ക് വെച്ച പുഴമീനും കരിമീനും അച്ഛനും അമ്മയും അപ്പൊ തന്നെ തിന്നീർത്തോ, അതോ രമചേച്ചി വല്ലതും മാറ്റി വെച്ചിരുന്നോ? ഞാൻ കഴിച്ചടോ, നല്ല അസല് ഫ്രഷ് മീൻ. പുഴമീനോ കരിമീനോ? രണ്ടും ഉഗ്രൻ. ഓ ഭാഗ്യം, എല്ലാം കഴിച്ചല്ലോ. എവിടുന്ന് സംഘടിപ്പിച്ചടോ ഇതൊക്കെ? എവിടെന്ന് സംഘടിപ്പിച്ചാലും സംഗതി നടന്നല്ലോ. സാറേ, ആവശ്യക്കാരന് ഔചിത്യബോധം പാടില്ല. ഇത്തിരി വളഞ്ഞ വഴി കൂടിയാണെങ്കിലും ഉദ്ദേശിച്ച കാര്യം നടത്തുക, അതായിരിക്കും നമ്മുടെ ഒരു രീതി. ആ, ഇതിനൊരു ഒപ്പിട്ടോളൂ. സീല് ഞാൻ വെച്ചോളാം. ഇത് ഇന്നലെ കൊണ്ടുവന്ന പാടം നികത്തുന്ന കേസല്ലേ? അതെ, പുഴമീനും കരിമീനും എല്ലാം കൂടി 840 രൂപ അയാളാ കൊടുത്തത്. ഔചിത്യബോധത്തോടു കൂടി ഒപ്പിടൂ സാർ. ഇത്രയൊക്കെ ആയിട്ടും തന്റെ തലയിൽ ഒന്നും കേറിയില്ലല്ലോ കൃഷ്ണൻകുട്ടി. അത് പുഴമീനും കരിമീനും തിന്നുമ്പോ ആലോചിക്കണമായിരുന്നു. ഒപ്പിടുന്നില്ലെങ്കിൽ 850 രൂപ കൊടുത്താ. താ സാറേ, പണം കൊടുത്തില്ലെങ്കിലേ അയാൾ മഹാത്തറയാ. ഈ വാച്ച് വിറ്റിട്ട് കൊടുത്തോളൂ. ഇത് വിറ്റ 15 രൂപ കിട്ടും. ഞാനിത് 1000 രൂപയ്ക്ക് വാങ്ങിയതാ. വാങ്ങിയത് 27 കൊല്ലം മുമ്പല്ലേ. ഇത് പിടിക്കടോ. മനുഷ്യനെ ജോലി ചെയ്യാൻ സമ്മതിക്കാതെ കാശാൻ ഉള്ളപ്പോ തരും. ഒന്ന് പോയ ഇവിടുന്ന്. എത്ര കാലം കുഴലിട്ടാലും നായയുടെ വാലും നിവരില്ലെന്ന് മനസ്സിലാക്കാത്ത എന്നെ തല്ലണം. എന്തിനാ വാല് നിവരുന്നത്? നായ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്താ ഇവിടെ നിർത്തിയത്? ഇന്നും ഉണ്ടോ മദ്യപാനം? സാറിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ദിവസവും ഇതേ ചോദ്യം ചോദിക്കാൻ ഒരു മടുപ്പില്ലേ? അത് തന്നെ ഞാനും തന്നോട് ചോദിക്കുന്നത്. ഈ ദിവസേന ഇങ്ങനെ മദ്യപിച്ച തനിക്ക് മടുക്കില്ലേ? ഇല്ല, ഇന്ന് ബ്രാൻഡി, നാളെ വിസ്കി, മറ്റന്നാ റമ്മ്, മടുപ്പേ ഇല്ല. ഇനി സാറിനോട് സത്യം പറയട്ടെ, വീട്ടിലെത്തിയാൽ അവള് കുഞ്ഞുങ്ങളില്ലാത്ത വിഷമങ്ങൾ പറയും. 2 അടിച്ചങ്ങോട്ട് ചെന്നാ നേരെ കയറിയെങ്കിൽ ഉറങ്ങാം. സാർ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ ഞാൻ ഒന്നും മൂപ്പിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഇല്ല, ഇന്നെനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. കുഴപ്പമില്ല, ഞാൻ ബസ് പിടിച്ച് പോയിക്കോളാം. ഓക്കെ ഓക്കെ. ഇല്ല, എൻ്റെ ആകെ 150 രൂപയുള്ളൂ സാർ. ദരിദ്രവാസി. 150 150 കൊടുത്തിട്ട് പോ. ഇങ്ങോട്ട് വേണോ? താൻ കുടിച്ചിട്ടുണ്ടോ? സാർ, ഒരു ചായ കുടിച്ചു, പിന്നെ ഉച്ചക്കൊരു നാരങ്ങ കുടിച്ചു. നാരായണ സാർ, അതങ്ങോട്ട് വെച്ചു കൊടുത്തേ. ഊതറോ, ഒന്നുകൂടെ ഊതറാ. മര്യാദക്ക് ഊതറാ. ഞങ്ങളുടെ തറവാട്ടിൽ എല്ലാവരും ഇങ്ങനെയാണ് ഊതുന്നത് സാർ. നാരായണ, അങ്ങനെയാണെങ്കിൽ ഇവനെ നമ്മുടെ തറവാട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോവാ. പിടിച്ച് കയറ്റോ വണ്ടിയില്. ഇത് കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ വെച്ചോളൂ. വൈറ്റമിൻ ഗുളികകളാണ്. ഓ. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് 2 ഗുളികകൾ കഴിപ്പിക്കണം. ഓർമ്മശക്തിക്കും ഊർജ്ജസ്വലതക്കും വളരെ ഇത് നല്ലതാണ്. രാസനാദിപ്പൊടിയാ.
ജലദോഷം വരികയാണെങ്കിൽ ഓ, അറിയാം, മുഹൂർത്തത്തില്. അറിയാം. ആ, ആ. ഈ കത്തി കയ്യിൽ വെച്ചോളൂ. ഇന്റർവെൽ സമയത്ത് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുക്കാനാ. ഈ ഹാളിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് ബോർഡിച്ച് നിൽക്കുമ്പോൾ വേണമെങ്കിൽ 2-3 നേരം കൊല്ലുകയും ചെയ്യാം. മനു ഇറങ്ങിക്കോ. ദാ പേന 2 വെച്ചോളൂ. ഒന്ന് കേടായാൽ മറ്റേത് എടുക്കാലോ. രണ്ടും കേടായാലോ? ഓ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴെങ്കിലും അറം പറ്റുന്ന വാക്കുകൾ പറയാതടാ. ഇനി ദേ അച്ഛന്റെ അമ്മയുടെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിക്കുക. ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ അതിർത്തിയിൽ എന്തോ യുദ്ധത്തിന് പോവാന്ന്.